റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ അധ്യായം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 4-ാമത്തെ അധ്യായമാണ് ആരംഭിക്കുവാനായിട്ടുള്ളത്. നാം ഇതുവരെയും 3-ാമത്തെ അധ്യായത്തിലുമൊക്കെ കേട്ടതായിട്ടുള്ള കാര്യം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുമോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? ന്യായപ്രമാണത്തിന്റെ പ്രയോജനം എന്താണ്? എന്നാൽ ന്യായപ്രമാണം ദോഷമാണോ? അതുകൊണ്ട് ഗുണമൊന്നുമില്ലേ? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനങ്ങളിലൂടെയൊക്കെ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. വിശ്വാസത്താലാണ് മനുഷ്യന്റെ നീതീകരണം. അതിന് ഇപ്പോൾ ഈ 4-ാമത്തെ അധ്യായത്തിൽ എബ്രഹാമിനെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താലാണോ പ്രവൃത്തിയാലാണോ? ആദ്യം എബ്രഹാം ന്യായപ്രമാണ പരിച്ഛേദനയാലാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച് അതിന് ഒരു ഉത്തരം തരുന്നു. അതിനുശേഷം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലാണോ എന്നുള്ളതിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. ശരി, നമുക്ക് വായിക്കാം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജനപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അപ്പോൾ പ്രശ്നം ആദ്യം പൊതുവിൽ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതിന് ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ ന്യായപ്രമാണത്തിന്റെ കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പരിച്ഛേദന എന്ന കൽപ്പന ലഭിച്ചതായിട്ടുള്ള ഒരാളിലേക്ക് ഇവിടെ ഈ വിഷയം കൊണ്ടുപോവുകയാണ്. എബ്രഹാം എന്ന് പറയുന്ന പിതാവ്, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന എബ്രഹാം എന്ന വ്യക്തിയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ കൊണ്ടുപോയി എബ്രഹാമിന്റെ ഉദാഹരണത്തിലൂടെ തന്നെ എബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധം, ഉടമ്പടി മുതലായിട്ടുള്ള കാര്യങ്ങളെ ആസ്പദമാക്കി ഇതിനു മുമ്പ് സംസാരിച്ചതായിട്ടുള്ള കാര്യത്തെ സ്ഥാപിക്കുവാനായിട്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. 2-ാമത്തെ വാക്യം, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാൻ. ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം, അബ്രഹാം നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, അത് പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടത് എങ്കിൽ അവന് പ്രശംസിക്കുവാനായിട്ട് സംഗതിയുണ്ട്. നമുക്കറിയാമല്ലോ, ദൈവവുമായിട്ടുള്ള പ്രശ്നം, പാപം മുഖാന്തരം ദൈവവുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായതായിട്ടുള്ള അകൽച്ചയ്ക്ക് പരിഹാരം മനുഷ്യന്റെ പ്രവൃത്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രവർത്തിച്ച മനുഷ്യനാണ് അതിന് മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് എൻ്റെ പ്രവൃത്തികളാലാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് അഭിമാനിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രവൃത്തികളാലാണ് എങ്കിൽ, ഒരു മനുഷ്യന്റെ നീതീകരണം പ്രവൃത്തികളാലാണ് എങ്കിൽ അവിടെ ദൈവത്തിന് ഒരു പങ്കുമില്ല ആ നീതീകരണത്തിൽ. മറിച്ച് മനുഷ്യന്റെ പ്രവൃത്തികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ മഹത്വവും ദൈവത്തിനല്ല, മനുഷ്യന് തന്നെയാണ്. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ ഇല്ല. ദൈവസന്നിധിയിൽ അങ്ങനെ മനുഷ്യന് പ്രശംസിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത ഇല്ല എന്ന് പറയുകയാണ്. അതിനുശേഷം പറയുന്നു, തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. വിശ്വാസത്താലുള്ള നീതീകരണം പുതിയ നിയമത്തിലെ ഒരു ഉപദേശമല്ല. അത് ലോകസ്ഥാപനം മുതൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു പ്രമാണമാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ, ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അത് വായിക്കാനായിട്ട് കഴിയും. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാവുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മശേക്കുകാരനായ എലേസർ അത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന്
അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അബ്രഹാമിന് 75 വയസ്സായിരുന്നപ്പോഴാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവനൊരു സന്തതിയെ നൽകുമെന്ന് പറഞ്ഞത്. എന്നാൽ ഏറെക്കാലമായിട്ടും അബ്രഹാമിനൊരു സന്തതി ജനിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു പരാതിയായിട്ട് അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, നീ എനിക്ക് ഒരു സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുകയാണ്. ഇവിടെ യഹോവ അവനെ പുറത്തു കൊണ്ടുചെന്ന് ആകാശത്തിലേക്ക് നോക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം, ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ എണ്ണുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. നക്ഷത്രങ്ങളുടെ സ്ഥാനം തന്നെ ഭൂമി കറങ്ങുന്നത് കൊണ്ട് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുമാത്രവുമല്ല, എണ്ണിക്കൂടാത്ത ഒന്നാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആധുനിക ശാസ്ത്രവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നക്ഷത്രങ്ങളെ എണ്ണുവാനായിട്ട് ഇത്രയേറെ പുരോഗതി പ്രാപിച്ചതായിട്ടുള്ള ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, അബ്രഹാമിന് നമ്മളുടെ ദൃഷ്ടിപ്രകാരം ഉണ്ടായതായിട്ടുള്ള മക്കൾ 10-ൽ താഴെയാണ്. പക്ഷെ അബ്രഹാമിനോട് പറയുന്നത്, നീ ആകാശത്തിലേക്ക് ഒന്ന് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണുക, എണ്ണാൻ കഴിയില്ല. അപ്പോൾ നിന്റെ സന്തതി ഇങ്ങനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അത്ര അധികമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു യഹോവയുടെ പ്രസ്താവന എന്ന് പറയുന്നത് തൻ്റെ ഉദരത്തിൽ നിന്ന് തൻ്റെ ജഡത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള സന്തതികളെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നു. അപ്പോൾ ലോകത്തിലുള്ള സകല വിശ്വാസികൾക്കും പിതാവായിരിക്കുന്നത് അബ്രഹാമാണ് എന്നുള്ള നിലയിലാണ് നിന്റെ സന്തതികൾ നക്ഷത്രങ്ങളെക്കാൾ അധികമായിരിക്കും എന്ന് പറയുവാനായിട്ട് ഇടയായത്. അപ്പോൾ അത് അബ്രഹാം വിശ്വസിച്ചു. അവിടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അന്നത്തെ എണ്ണം ഒക്കെ എങ്ങനെയായിരുന്നു നമുക്കറിയത്തില്ല. ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കുഞ്ഞുങ്ങൾ എനിക്കുണ്ടാകുമെന്നൊരിക്കലും അബ്രഹാം വിശ്വസിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ഒരാൾക്കുണ്ടാകുന്നത് 10, 15, 20 ഒക്കെ ആയിരിക്കും ഒരു മനുഷ്യായുസ്സിൽ ഏറ്റവും കൂടിയാൽ. അപ്പോൾ 10, 20 കുഞ്ഞുങ്ങൾക്കധികം ജന്മം കൊടുത്തതായിട്ട് ആരും അന്ന് ലോകത്തില്ലായിരിക്കെ അബ്രഹാമിനോട് പറയുകയാണ് ദൈവം, നിന്റെ സന്തതികൾ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ അത് അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നത്. അബ്രഹാമിന് ഒരു സന്തതി ഉണ്ടാകും, സാറായിൽ ഒരു സന്തതി ഉണ്ടാകും എന്ന് വിശ്വസിച്ചതല്ല. അതായത് ഈ ലോകത്തിൽ അബ്രഹാമിന് എന്തെങ്കിലും ലഭിക്കും എന്നുള്ളതായ ഒരു വിശ്വാസമല്ല അബ്രഹാമിനെ നീതീകരിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഈ ലോകം ഇവിടെ അന്യരും പരദേശികളും എന്നറിഞ്ഞ് അവര് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായിട്ടുള്ള നഗരത്തിനായിട്ട് കാത്തിരുന്നു. അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായിട്ടുള്ള നഗരത്തിനായിട്ട് കാത്തിരുന്നു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കാരണം എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അധികമായിരിക്കുന്ന സന്തതിയെ ഉൾക്കൊള്ളുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ എബ്രഹാം വിശ്വസിച്ചു എന്ന് പറയുന്ന വിശ്വാസം ഒരു ഇസഹാക്ക് ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമല്ല, അല്ലെങ്കിൽ കെതൂറയിൽ കുറച്ച് സന്തതികളെയും കൂടെ ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമല്ല, മറിച്ച് തന്നിലൂടെ ഒരു വലിയ ജാതി, താൻ ഒരു ആത്മീക പിതാവായി
അനേക ജാതികൾക്ക് ഒരു ആത്മീക പിതാവായി തീരും എന്നുള്ളതായ തന്റെ വിശ്വാസമാണ് നീതിയായി കണക്കിട്ടത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മെയും നീതീകരിക്കുന്നതായിട്ടുള്ള നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ടതായ വിശ്വാസം മാത്രമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പലവട്ടം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അബ്രഹാം ഒരിക്കലും ഇങ്ങനെ കോടാനുകോടി സന്തതികളെ കണ്ടിട്ടില്ല, കാണാനായിട്ട് കഴിയുമായിരുന്നില്ല. എങ്കിലും എബ്രഹാം അത് വിശ്വസിച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ കാണുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസമല്ല, കാണാത്ത കാര്യങ്ങളിലുള്ള നിത്യമായിട്ടുള്ള കാര്യങ്ങളിലെ വിശ്വാസമാണ് ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം എന്തിനെ കുറിച്ചാണ്? അത് ആത്മീക കാര്യങ്ങളോ അല്ലെങ്കിൽ നിത്യവിധയിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണോ, അതെയോ ഈ ലോകത്തിൽ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണോ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ ലോകത്തിലെ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കുന്നതെങ്കിൽ അത് ദൈവസന്നിധിയിൽ നമ്മെ നീതീകരിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്ന് നമുക്കറിയാം. ശരി, നമുക്ക് വീണ്ടും റോമലേഖനത്തിലേക്ക് വരാം. റോമർക്ക് എഴുതിയ ലേഖനത്തില് തുടർന്ന് നമ്മൾ വായിക്കുന്നത് അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. ഇപ്പൊ ഒരാള് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു, അത് വിശ്വാസമാണ്, പ്രവൃത്തിയല്ല. ഇനി ഒരാൾ പ്രവർത്തിച്ചു എന്ന് വന്നാൽ അവൻ എന്തെങ്കിലും കൂലി കൊടുക്കുന്നത് ഒരിക്കലും അത് കൃപയായിട്ടല്ല. ആരെങ്കിലും ഒരാൾ നമുക്ക് ഒരു ജോലിക്ക് വന്നു നിന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്തു, അതിനുശേഷം അവരോട് എൻ്റെ കൃപ, നിന്നോട് എനിക്ക് കൃപയുണ്ടായതുകൊണ്ട് ഞാൻ നിനക്ക് അതിൻ്റെ കൂലിയായിരിക്കുന്ന 1000 രൂപ തരുന്നു എന്ന് ആരും പറയുകയില്ല. അത് നമ്മളുടെ അവനോടുള്ള ഒരു കടമാണ്, അവന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രവൃത്തിയാലാണ് നാം നീതീകരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ദൈവം നമുക്ക് എന്തെങ്കിലും തന്നാൽ അത് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. അത് ദൈവം നമുക്ക് തന്നേ പറ്റൂ, കാരണം അത് കടമാണ്. എന്നാൽ പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പോൾ ഇവിടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. വിശ്വാസമാണ് നീതിയായി കണക്കിടുന്നത്. ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് ഈ ലോകത്തിലുള്ള ഒന്നിനെ സംബന്ധിച്ചുള്ള വിശ്വാസമല്ല, അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മറ്റൊരു വ്യക്തിയെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഈ വാദഗതി സ്ഥാപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരികയാണ്. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. ഇപ്പൊ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ദാവീദിന്റെ അടുക്കിലേക്ക് വരുന്നു. ദാവീദ് സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. അപ്പോൾ അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നതാണ് എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു. അപ്പോൾ അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ, അതിനെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് വായിക്കുന്നില്ല, കാണുന്നില്ല. അത് മോചിച്ചും മറച്ചും കണക്കിടാതെയും, ഇത് വിശ്വാസത്താൽ സംഭവിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ദാവീദും ഇതേ കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കാണോ അഗ്രചർമ്മത്തിനും കൂടി അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 15-ാം അധ്യായത്തില് നമ്മൾ വായിച്ചു, ദൈവം അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന്. എന്നാൽ
ഈ പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണ്. 15-ാമത്തെ അധ്യായത്തിലാണ് അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നത്. എന്നാൽ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്നരുളി ചെയ്തു. അങ്ങനെ ഈ പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള പ്രമാണം 17-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കൊടുത്തതാണ്. എന്നാൽ അബ്രഹാമിന് 85 വയസ്സുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നത്. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അപ്പോൾ പരിച്ഛേദനയ്ക്ക് മുമ്പാണ് അബ്രഹാമിന്റെ വിശ്വാസം അവന്റെ നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത് പരിച്ഛേദനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എന്നിവിടെ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഗ്രചർമ്മത്തിന് കൂടെ അല്ലയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്ന് നാം പറയുന്നത്? എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ അത്രയും. അതായത് പരിച്ഛേദന വരുന്നതിന് മുമ്പെയാണ് അബ്രഹാമിന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടത്. അതുകൊണ്ട് പരിച്ഛേദന എന്ന് പറയുന്ന ഉടമ്പടിയോ പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ആചാരമോ മനുഷ്യന്റെ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് ആവശ്യമായിരിക്കുന്നില്ല എന്നിവിടെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും സ്ഥാപിക്കുന്നു. അഗ്രചർമ്മത്തിൽ വെച്ച് 11-ാമത്തെ വാക്യം, അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. അതായത് പരിച്ഛേദനയ്ക്ക് ശേഷമാണ്, പരിച്ഛേദനയുടെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം നീതിയായി കണക്കിട്ടിരുന്നത് എങ്കിൽ ഒരിക്കലും അഗ്രചർമ്മത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് അവരുടെ പിതാവായിട്ട് ഒരിക്കലും അബ്രഹാമിനെ കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അഗ്രചർമ്മത്തിൽ വെച്ചിട്ട് അബ്രഹാമിന് ഉണ്ടായിരുന്നതായിട്ടുള്ള വിശ്വാസമാണ് അവനെ നീതീകരിച്ചത് എന്നുള്ളത് കൊണ്ട് പരിച്ഛേദനയോ അഗ്രചർമ്മമോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ സകല മനുഷ്യർക്കും, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വിശ്വാസത്താലാണ് നീതീകരണം എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സ്ഥാപിക്കുവാൻ ആവശ്യം വന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് 1-2 വട്ടം ഞാൻ ഈ ലേഖനം നമ്മൾ പഠിക്കുവാൻ തുടങ്ങിയതിന് ശേഷം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അവരുടെ ഇടയിൽ യഹൂദന്മാരും ജാതികളുമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക്, ആ ഒരു വിശ്വാസത്തിലേക്ക്, ആ ഒരു ഐക്യത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി ഒരു വലിയ ശ്രമമാണ് പഴയ നിയമ പുസ്തകങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നടത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാൻ, അതായത് അന്നത്തെ റോമയിലെ സഭയിലുണ്ടായിരുന്ന അഗ്രചർമ്മികളായിട്ടുള്ള ആളുകൾക്കും വിശ്വാസത്താൽ തന്നെയാണ് നീതീകരണം. അവർക്ക് പരിച്ഛേദന ആവശ്യമില്ല. അവർ യഹൂദന്മാരിൽ അല്ല എന്നുള്ളത് കൊണ്ട് അവരെ ദൈവം സ്വീകരിക്കാതിരിക്കുന്നില്ല. കാരണം അബ്രഹാമിനെ ദൈവം സ്വീകരിച്ച് അവനെ നീതീകരിച്ചത് അവൻ അഗ്രചർമ്മിയായിരുന്ന കാലഘട്ടത്തിലാണ്. പരിച്ഛേദനത്തിന് ശേഷമാണ് അബ്രഹാമിന് കൊടുത്തത്. അതുകൊണ്ട് താൻ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. അപ്പോൾ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ യഹൂദന്മാർക്ക് മാത്രമല്ല, മറിച്ച് ജാതികൾക്കും വിശ്വസിക്കുന്ന എല്ലാവർക്കും പിതാവ് അബ്രഹാമാണ് എന്നാണ് അവിടെ സ്ഥാപിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, യഹൂദന്മാരുടെ ഒരു വലിയ ആവേശമാണ് അബ്രഹാം എന്ന് പറയുന്നത്. അബ്രഹാമിനെ കുറിച്ചൊക്കെ അവർക്ക് വലിയ നാവാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 100 നാവാണ്. ഞങ്ങളുടെ പിതാക്കന്മാരെന്ന് പറയുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അവർക്ക് ഞങ്ങളുടെ പിതാക്കന്മാരാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ആളുകളാണ് യഹൂദന്മാരായിട്ടുള്ള ആളുകൾ. എന്നാൽ അവരോട് പറയുകയാണ്, അബ്രഹാം നിങ്ങളുടെ മാത്രം പിതാവല്ല,
ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നതായ അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വിശ്വസിക്കുന്നവരായ എല്ലാവർക്കും പിതാവാണ് ഏബ്രഹാം. കാരണം ഏബ്രഹാം പരിച്ഛേദനയിൽ ആണ് വിശ്വസിച്ചതും അവനത് നീതിയായി കണക്കിട്ടതും. ദൈവം തന്നെ കുറിച്ച് പറയുന്നത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 12-ാമത്തെ വാക്യത്തിൽ പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടത് തന്നെ. അപ്പോൾ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടത് തന്നെ. അപ്പോൾ പരിച്ഛേദനക്കാർക്കും അഗ്രചർമ്മക്കാർക്കും ഒക്കെ പിതാവായിട്ട് അബ്രഹാമിനെ ദൈവം അങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് വിശ്വാസത്താലുള്ള നീതി അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അത് സ്ഥാപിച്ചുകൊണ്ടാണ്. 13-ാമത്തെ വാക്യത്തിലെ ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. ലോകാവകാശിയാകും എന്നുള്ളതായ വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. അടുത്തത് ഈ ലോകാവകാശിയാകും എന്നുള്ളതായ വാഗ്ദത്തം പിന്നെ ന്യായപ്രമാണത്തിന്റെ തലത്തിലേക്ക് വരികയാണ്. ഇതുവരെ പറഞ്ഞത് പരിച്ഛേദന അഗ്രചർമ്മം എന്ന വിഷയത്തെ കുറിച്ചാണ്. അടുത്തത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ന്യായപ്രമാണം ലഭിച്ചത് അബ്രഹാമിന് ശേഷം എത്രയോ കാലഘട്ടത്തിന് ശേഷമാണ്. അബ്രഹാമിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് 2100 BC ആ കാലഘട്ടത്തിലാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. എന്നാൽ ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കുന്നത് 1400 1500 ആ ഒരു കാലഘട്ടത്തിലാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും തിരിച്ചു പോരുന്നതായിട്ടുള്ള കാലഘട്ടം ആ കാലഘട്ടമാണ്. അപ്പോൾ ഏകദേശം 500-600 വർഷത്തിന് ശേഷമാണ് ന്യായപ്രമാണം ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താൽ അല്ല, വിശ്വാസത്തിന്റെ നീതിയാലാണ് ലഭിച്ചത് എന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ അത് പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള യഹൂദന്മാർക്ക് അബ്രഹാം വഴി തനിക്കും തന്റെ സന്തതി പരമ്പരകൾക്കും കൊടുത്തതായിട്ടുള്ള ആ ഒരു ആചാരത്താലല്ല എന്ന് മാത്രവുമല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളും അതിന് ആധാരമല്ല, വിശ്വാസത്താലുള്ള നീതീകരണം മാത്രമാണ് അതിന് ആധാരം എന്ന് നമ്മൾ അവിടെ കാണുന്നു. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ശരി, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമാണ് വാഗ്ദത്തമെങ്കിൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. മാത്രവുമല്ല, ഈ ന്യായപ്രമാണം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് അവകാശത്തിനുള്ള യാതൊരു സാധ്യതയുമില്ല. അതായത് ആ വാഗ്ദത്തം അങ്ങനെ തന്നെ ദുർബലമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണമുള്ളവർ മാത്രമല്ല അവകാശികൾ, മറിച്ച് വിശ്വാസത്തിന്റെ നീതിയാലാണ് ഈ വാഗ്ദത്തങ്ങളൊക്കെയും ലഭിച്ചത്. വിശ്വാസം പ്രവൃത്തികളാലാണ് എങ്കിൽ, ന്യായപ്രമാണം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൽ ധാരാളം പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്, ചട്ടങ്ങളും വിധികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ന്യായപ്രമാണത്തിലല്ല എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലാണ് അവകാശികളാകുന്നതെങ്കിൽ പിന്നെ വിശ്വാസത്തിന് പ്രസക്തി ഇല്ലല്ലോ, പ്രവൃത്തികൾക്കല്ലേ പ്രസക്തി. എന്ന് മാത്രവുമല്ല, ഈ വാഗ്ദത്തം സകല ജാതികൾക്കും വരുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയുമില്ല. കാരണം ഈ ന്യായപ്രമാണം കൊടുത്തത് അത് യഹൂദന്മാർക്കാണ്, അതിൻ്റെ പ്രാഥമികമായി അത് യഹൂദന്മാർക്കാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ യഹൂദന്മാർ വഴി ഈ ന്യായപ്രമാണം ലോകമെങ്ങും, യഹൂദന്മാരൊരു വിളക്കായിട്ട് ലോകമെങ്ങും ഈ ദൈവത്തിന്റെ ന്യായപ്രമാണം എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൈവിക പരിപാടി എന്ന് പറയുന്നത്.
ഒരു പരിധിവരെയൊക്കെ കുറെ അവര് അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരങ്ങനെ അതിൽ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങൾ കരയും കടലും കടന്ന് അനേകരെ മതത്തിൽ ചേർക്കുന്നു, എന്നിട്ട് അവരെ ഇരട്ടി നരകത്തിന് അവകാശികളാക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യഹൂദന്മാർ ലോകത്തിന് വിളക്കായിട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചുവെങ്കിലും അവരതിൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവകാശമൊക്കെയും വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല. അത് ലോകത്തിൽ സകല മനുഷ്യർക്കുമുണ്ട്. അതുകൊണ്ട് അഗ്രചർമ്മത്തിൽ വെച്ച് ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് അബ്രാഹാമിന് ലഭിച്ച വിശ്വാസത്താൽ ആണ് നമുക്കെല്ലാവർക്കും ആ വാഗ്ദത്തവും ആ നീതീകരണവും ഒക്കെ ഉള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. ശരി, നമുക്ക് ഇന്നത്തേക്ക് 14 വാക്യങ്ങൾ കൊണ്ട് നിർത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ ആത്മീക പ്രമാണമുണ്ട്. അതായത് നമ്മെയും ദൈവം നീതീകരിക്കുന്നത് നമ്മുടെ ആരുടെയും പ്രവൃത്തികളാലല്ല, മറിച്ച് വിശ്വാസത്താലാണ്. പ്രവൃത്തിയാലാണ് നമ്മെ നീതീകരിക്കുവാനായിട്ട് ദൈവം അങ്ങനെയാണ് ചെയ്തിരുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ജാതികളിൽ നിന്നുള്ള ആളുകളാണ്. നമുക്ക് പരിച്ഛേദന ഉണ്ടായിരുന്നില്ല, നമുക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, നമുക്ക് പ്രവർത്തിച്ച് ദൈവിക സന്നിധിയിൽ എത്തുവാനായിട്ട് അങ്ങനെ പ്രവർത്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നതായിട്ടുള്ള സാധ്യതകൾ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് പ്രവർത്തിക്കുന്നതിന് ഇപ്പൊ കുറെ പ്രവൃത്തി അങ്ങ് നിലവാരം വെച്ച് കഴിഞ്ഞാൽ ആ നിലവാരത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് പലപ്പോഴും കഴിയുകയില്ല. മനുഷ്യന് പ്രവൃത്തിക്ക് വളരെയേറെ പരിമിതികളുണ്ട്. പ്രവർത്തിക്കുവാനായിട്ടുള്ള ശക്തി പോലും മനുഷ്യരിൽ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രവൃത്തിയാലല്ല എന്നുള്ളത് തന്നെ, നമ്മുടെ വിശ്വാസത്താലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. പലപ്പോഴും ഇന്ന് ദൈവമക്കൾ ഞങ്ങളെ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ അഹങ്കാരത്തോടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ ബാക്കിയുള്ളവരെയൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്നതായിട്ടുള്ള ഒരു രീതിയും നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. സ്വന്തം നിഗളിക്കുവാനോ മറ്റുള്ളവരെ പുച്ഛിക്കുവാനോ നമുക്ക് യാതൊരു വക സ്ഥാനവുമില്ല. അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കൊരു അവകാശവുമില്ല. കാരണം പ്രശംസ ഇല്ല. വിശ്വാസത്താലാണ് നമ്മളുടെ നീതീകരണം. നമുക്ക് അശേഷം പ്രശംസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്ന് മാത്രവുമല്ല, വിശ്വാസത്താലാണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് എപ്പോഴും നന്ദി പറയാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കാരണമായിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. പ്രവർത്തിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് എത്രത്തോളം നമുക്ക് സാധിക്കുമായിരുന്നു. ദൈവം ആവശ്യപ്പെടുന്നതായിട്ടുള്ള പ്രവൃത്തിയുടെ നിലവാരം എന്ന് പറയുന്നത് നമ്മൾ മലയിലെ പ്രസംഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക, അല്ലേ? അപ്പോൾ അങ്ങനെ ദൈവികമായ നിലവാരത്തിലേക്ക് മനുഷ്യന്റെ പ്രവൃത്തി എത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്താൽ മാത്രമാണ് മനുഷ്യന്റെ നീതീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ജീവിക്കാം. വിശ്വാസത്താലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിശ്വാസത്താലാണ് നമ്മുടെ നീതീകരണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസം അത് ഏറ്റവും ദൈവവചനപ്രകാരം അല്ലെങ്കിൽ നമുക്ക് നീതീകരണം ലഭിക്കുക എന്ന് പറയുന്നതും സാധിക്കുകയില്ല. ഇന്ന് രക്ഷാകരമായിട്ടുള്ള വിശ്വാസം പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങൾ നല്ലൊരു ശതമാനവും ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സുവിശേഷം അല്ല. അങ്ങനെയുള്ള പ്രസംഗങ്ങളാൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ നീതീകരണത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് അല്ലെങ്കിൽ രക്ഷയ്ക്ക് മതിയായതായിട്ടുള്ള ഒരു വിശ്വാസമാണോ അവരിലുള്ളത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അബ്രാഹാമിന് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ആകുന്നതെന്നൊന്നും ചോദിച്ചില്ല. അത് ദൈവത്തിന്റെ ഒരു നിത്യമായിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അബ്രാഹാമിന് നീതിയായി കണക്കിട്ടത്.
നമ്മുടെ വിശ്വാസം ബൈബിളികമാണോ, ദൈവവചന പ്രകാരമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്തെങ്കിലും ഈ ലോകത്തിലെ കാര്യങ്ങളിലുള്ള ചില വിശ്വാസങ്ങൾ മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷിക്കുവാനായിട്ട് പര്യാപ്തമല്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും പരിശോധിച്ച് അത് ദൈവവചന പ്രകാരമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.